വെള്ളത്തിൽ ഞാൻ എൻ്റെ പേരൻസ്, അമ്മ ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഫാദർ ആലപ്പുഴയിലൊരു ഫാക്ടറിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എനിക്കൊരു ചേച്ചിയും ഒരു സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. ബ്രദറിൻ്റെ ഫാമിലിയാണിപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ ആലപ്പുഴ ആയിരുന്നപ്പോഴാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ SB കോളേജിൽ പഠിക്കാനായിട്ട് പോയി. അന്ന് ഈ പാലങ്ങളില്ല. അന്ന് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പള്ളാത്തുരുത്തിയിൽ ഇറങ്ങും. പള്ളാത്തുരുത്തിയിൽ നിന്ന് കടത്ത് കയറി നെടുമുടിയിൽ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി കിടങ്ങറ ഇറങ്ങും. അവിടുന്ന് കടത്ത് കയറി അടുത്ത ബസ്സിലാണ് ചങ്ങനാശ്ശേരിയിലെത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിന് ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 8:45 ആവും ഈ ചെറിയ ദൂരം യാത്ര ചെയ്ത് കോളേജിലെത്താൻ. ആ ഒരു യാത്രയിൽ എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം ഒരിക്കലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെടുമുടി സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് കടത്ത് കയറി അപ്പുറത്ത് ചെന്നപ്പോഴത്തേ ഇങ്ങനെ വള്ളത്തിൽ പോവുക. അപ്പൊ ഈ പരിചയമുള്ളവർക്കൊരു അവർ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ വള്ളം അങ്ങോട്ട് അടുക്കുമ്പം ഇവരങ്ങ് കരയിലോട്ട് ചാടും. അപ്പൊ ഇങ്ങനെ ഒരാൾ ചാടി, 2 ആൾ ചാടി. അപ്പൊ എനിക്ക് വെള്ളം പേടിയാ, കൊച്ചിലെ വെള്ളം ഭയങ്കര പേടിയാ. അപ്പൊ 1 ആൾ ചാടി, 2 ആൾ ചാടി, 3 ആൾ ചാടി. ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ ഇങ്ങനെ ഈ വള്ളം ഒലഞ്ഞ സമയത്ത് ഒരു കുറ്റി ഇങ്ങനെ നാട്ടിയിരിക്കുന്ന ഒരു കുറ്റി കണ്ട് ഞാൻ പെട്ടെന്ന് ആ കുറ്റിയെ പിടിച്ചു. ഏറ്റവും മണ്ടത്തരമായി പോയി ആ കുറ്റിയെ പിടിച്ചത്. അപ്പം ഈ വള്ളം ചരിഞ്ഞ് ഞാൻ ആ ആറ്റിലോട്ട് അങ്ങ് വീഴുകയായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ച്. പിന്നെ വെള്ളത്തിൽ പരിചയമുള്ള ആരോ വന്ന് പിടിച്ച് പൊക്കി. പിന്നെ അടുക്കലുള്ള ഒരു വീട്ടിൽ പോയി. ഈ നമ്മുടെ ഡ്രസ്സ് കാണുമല്ലോ, ഹോസ്റ്റലിലേക്ക് പോകുമ്പം ഡ്രസ്സും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. ആ ഡ്രസ്സും ഒക്കെ എടുത്ത് ഇട്ട് ഇതെല്ലാം പൊതിഞ്ഞ് തിരിച്ചങ്ങ്. അത് വളരെ രസകരം. ഇപ്പോഴും ഞങ്ങൾ 2 പേരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് SB കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ആലപ്പുഴ വെച്ചും സെൻറ് ജോസഫ്സിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചവരാ. സെക്രട്ടേറിയറ്റിൽ പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തവരാ. ആ പുള്ളിക്കാരി ഞാനും കൂടെ ഇപ്പോഴും കാണുമ്പോൾ ആ ഒരു ഇൻസിഡന്റ് പറയും. അത്രയും ഒരു ഓർമ്മിക്കുന്ന ഒരു അനുഭവമാണ്. സിബ്ലിങ്സ് ഒക്കെ എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? അവരെതുവരെ പഠിച്ചു എന്ന് പറയാം. സിബ്ലിങ്സ് പിന്നെ മൂത്തത് ബ്രദറായിരുന്നു. ബ്രദർ SSLC കഴിഞ്ഞതേ ഉള്ളൂ. പുള്ളി ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു. ചേച്ചി അങ്ങനെ വലുതായിട്ട് പഠിച്ചൊന്നുമില്ല. പുള്ളിയെ കല്യാണം കഴിച്ചു വിട്ട് മാവേലിക്കര ആണ് പുള്ളിയുടെ ഫാമിലി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അതെ അതെ. പുസ്തക വായനകളും നന്നായിട്ട് വായിക്കുമായിരുന്നു. നന്നായിട്ട് വായിക്കുമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ മറ്റുള്ള ബുക്കുകൾ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വായിച്ച്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത്, നല്ല അനുഭവങ്ങളും നമുക്ക് നമ്മുടെ നിലവാരം തന്നെ ഒരുപാട് മാറുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാധാരണ വീട്ടിൽ ജീവിച്ചതാ ആലപ്പുഴ. അന്നത്തെ കാലത്ത് അത്ര വലിയൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പഠിത്തം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഔട്ട്ലുക്കൊക്കെ ഒരുപാട് മാറി. ഒരുപാട് നമ്മുടെ സഹപാഠികളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്തും ഒക്കെ ഒരുപാട് ഔട്ട്ലുക്ക് തന്നെ നമ്മുടെ മാറിയിട്ടുണ്ട്. പിന്നെ ആ വിഷയം, പിന്നെ ഞങ്ങളെ ടീച്ചേഴ്സും ഒക്കെ നല്ല ഒരു ഇതായിരുന്നു. SB കോളേജിൽ സെൻറ് ജോസഫ്സിൽ എന്ന് പറഞ്ഞാൽ അതൊരു കോൺവെന്റ് ആണ്. കോൺവെന്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടും ഫ്രീഡം ഇല്ല. അതിൽ നിന്നാണ് ഈ SBയിലോട്ട് പോയത്. SBയിൽ ബെസ്റ്റ് കോളേജ്. പിന്നെ നമുക്ക് നല്ല സ്വാതന്ത്ര്യമാണ്, മിസ്യൂസ് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിഗ്രി വരെ ബോയ്സ് മാത്രമേ ഉള്ളായിരുന്നു, PGക്ക് മാത്രമേ ഉള്ളായിരുന്നു ഗേൾസ്. എങ്കിൽ തന്നെ നല്ല ചിട്ടയും നല്ല ഒരു കോളേജായിരുന്നു അത്. അതുപോലെ നല്ലൊരു ലൈബ്രറി
SBയിലെ ലൈബ്രറി നല്ലൊരു ലൈബ്രറി. അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ കിട്ടി. അതുപോലെ കാവുകാട്ട് ഹോള് വലിയൊരു ഓഡിറ്റോറിയം. അവിടെ ഓരോ നല്ല നല്ല ഡ്രാമകളൊക്കെ വരും. ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള നാടകങ്ങളൊക്കെ വരുമായിരുന്നു. അതൊക്കെ കാണാനുള്ള അവസരങ്ങൾ കിട്ടി. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചു. അതാണ് ചങ്ങനാശ്ശേരിയിലെ അനുഭവം ഓർക്കുമ്പോൾ ഒത്തിരി ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു കാലയളവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ചെറുപ്പകാലത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ ആരായിരുന്നു? മുട്ടത്തോർക്ക് അങ്ങനെ വല്ല നോവലുകളൊക്കെ വായിക്കുമായിരുന്നു? ബാലരമയൊക്കെ വായിക്കും? മലയാളം അന്നും കുറവാണ്. ഞാൻ ഇംഗ്ലീഷിനോടായിരുന്നു എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ച ആളാണ്. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് മാത്രമല്ല, മലയാളം ഫസ്റ്റ് പേപ്പർ മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. മലയാളം സെക്കൻഡ് പേപ്പറിന് പകരം സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പം ഇംഗ്ലീഷ് ഇതിനോട് കൊച്ചിലെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ ആ രീതിയിൽ പോകാനിടയായത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏതൊക്കെയാ ഇഷ്ടപ്പെട്ട? ഷേക്സ്പിയർ എല്ലാം. ഏതെങ്കിലും ഒരു 2 ലൈൻ ഓർമ്മയുണ്ടോ? 2 ലൈൻ പാടാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ഓർക്കുന്ന വരികൾ ഇതാണ്. ഷെല്ലിയുടെ ഞാൻ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഞാൻ PG ബൈക്ക് പോയപ്പം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള 2 വരികൾ. അപ്പൊ ഇന്നത്തെ കാഴ്ചപ്പാടല്ലല്ലോ നമുക്ക് അന്നേരം ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഷെല്ലിയുടെ ഐ ഫോൾ അപ്പോൺ ദ തോൺസ് ഓഫ് ലൈഫ് ഐ ബ്ലീഡ്. ഇന്നിപ്പോ അതല്ല എന്റെ കാഴ്ചപ്പാട്. അന്ന് ഇല്ല അത് വേണ്ട.